ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈഫ് സ്റ്റോറി പറയുന്ന ഒരു മോർണിംഗ് ടാസ്ക്കായിട്ട് ബിഗ് ബോസ് കൊടുത്തിരുന്നു. അപ്പോൾ ആരെങ്കിലും ഒരാൾ ലൈഫ് സ്റ്റോറി പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി അനീഷിൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, എനിക്ക് ടാസ്കിൽ വളരെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ആ ലൈഫ് സ്റ്റോറി പറയാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല എന്ന്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ എല്ലാ മത്സരാർത്ഥികളും അനീഷ് തന്നെ പറയണമെന്ന് പറഞ്ഞ് കൈപൊക്കി. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അനുമോൾ മാത്രമാണ് ഇത്തിരിയെങ്കിലും മനുഷ്യപ്പറ്റോടുകൂടി ചിന്തിച്ചത്. കാരണം ഒരാൾക്ക് ഫിസിക്കലായിട്ട് വേദന അനുഭവിക്കുന്ന സമയത്ത് ലൈഫ് സ്റ്റോറി പറയാൻ പറ്റില്ല എന്ന് ഒരാളെങ്കിലും ചിന്തിച്ചില്ല. പകരം ചിന്തിച്ചത് അനുമോൾ മാത്രമാണ്. അവിടെ ഒരു മനുഷ്യപ്പറ്റ് കാണിച്ചത് അനുമോൾ മാത്രമാണ്. അപ്പോൾ എന്തായാലും അനീഷ് പറയുന്നത് കള്ളമാണെന്ന് തോന്നില്ല. അത്രയ്ക്കും അറ്റാക്കാണ് അവരിൽ നിന്ന് ആ ഒരു മറ്റൊരു ടാസ്കിൽ നിന്ന് അനീഷ് നേരിടേണ്ടി വന്നത്. അത് എല്ലാവർക്കും അറിയാം. എന്നിട്ടും കൂടി ലൈഫ് സ്റ്റോറി പറയണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചത് അത് എന്തിനാണെന്നറിയില്ല. എന്തായാലും അനീഷ് ഒരുപാട് പറയുന്നുണ്ട്, ഞാൻ മറ്റൊരവസരത്തിൽ പറയാം, എനിക്കിപ്പോൾ പറയാനുള്ള മാനസികാവസ്ഥയിലല്ല, ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെന്ന്. അതൊന്നും ചിന്തിക്കാതെയാണ് അവിടെ എല്ലാവരും പെരുമാറിയത്. ആ ഒരു സമയത്ത് അനുമോളെടുത്ത തീരുമാനമാണ് വളരെ നന്നായിട്ടുള്ളത്. എന്നാൽ അനീഷ് ആ ഒരു സമയത്ത് എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ലൈഫ് സ്റ്റോറി പറയുന്നുണ്ട്. എന്നാൽ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് മറ്റുള്ളവർ ബിഹേവ് ചെയ്ത രീതിയും വ്യത്യസ്തമാണ്. അത് എങ്ങനെയായിരുന്നെന്ന് നിങ്ങൾക്കറിയണ്ടേ? അടുത്ത വീഡിയോ വരുന്നുണ്ട്. അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.